നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, സ്നേഹ വാതിൽ തുറക്കുന്നില്ല. സ്നേഹ, സ്നേഹ, മോളെ വാതിലോർക്ക്. സച്ചേട്ടാ, നമ്മൾ വാശി പിടിക്കേണ്ട സമയമല്ല ഇത്. അവളെ ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. താനിപ്പോഴും അത് തന്നെയാണോ പറയുന്നത്? അവള് പറഞ്ഞിട്ട് പോയതൊക്കെ താനും കേട്ടതല്ലേ? അച്ഛനും നമ്മളും മാറി മാറി പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു കാര്യം താനിനി ആരെ കൊണ്ട് പറയിപ്പിക്കാനാ നോക്കുന്നേ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അച്ഛൻ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. സ്നേഹയെ ധനുഷിനെ പിടിച്ച് ഏൽപ്പിക്കുന്നതൊഴികെ മറ്റെന്തിനും ഞാൻ കൂടെ കാണും. അച്ഛൻ വിഷമിക്കണ്ട, എല്ലാവരും ശ്രമിക്കല്ലേ. ഏതെങ്കിലും ഒരു നിമിഷം അവക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെന്ന്. എല്ലാം ശരിയാവും അച്ഛ. എന്തൊക്കെയായാലും നമുക്കറിയാത്തതല്ലല്ലോ അവളെ. പിന്നെ ദേഷ്യവും വാശിയൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവളായിട്ട് തന്നെ മാറിക്കോളും. എനിക്ക് ഉറപ്പാത്. വരണം വരണം. വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയൊന്നുമില്ലല്ലോ? ഏയ്, ജംഗ്ഷനിലെത്തിയപ്പോ ഒരു ചെറിയ സംശയം, അതാ പിന്നെ വിളിച്ചു ചോദിച്ചത്. ആ, അകത്തേക്ക് വരാം. ആ വാ. നീതു, നീ അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? വള്ളി പുള്ളി തെറ്റാതെ നീ പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവനോടും. നീ ടെൻഷനൊന്നും ആവണ്ട, ധൈര്യമായിട്ടിരിക്കേ. വാ. അപ്പോ ആദ്യം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എനിക്ക് 4 മക്കളാ, 3 ആണും 1 പെണ്ണും. എന്റെ മൂത്തവൻ നന്ദൻ ഇപ്പൊ സ്ഥലത്തില്ല. കമ്പനി ആവശ്യങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോയിരിക്കുക. ഇത് അവന്റെ ഭാര്യ അവന്തിക. ഇത് രണ്ടാമത്തവൻ സച്ചിദാനന്ദൻ. ഭാര്യ അർച്ചന. അർച്ചനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, മോളുടെ കൂടെ പഠിച്ചതല്ലേ. അർച്ചനെ ഞങ്ങൾക്കറിയാം. ആ, ഇവൻ സന്ദീപ്, മൂന്നാമത്തവൻ. ഇതവന്റെ ഭാര്യ ആതിര. ആ, ഇത് മീര, അർച്ചനയുടെ സഹോദരന്റെ ഭാര്യ. ഇത് അവന്തികയുടെ അനിയത്തി അനഘ. ഇത്രയും ആളുകളാ ഇവിടെ ഉള്ളത്. ഇനി ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രാജശേഖരൻ. ഹൈസ്കൂൾ അധ്യാപകനായി റിട്ടയർ ചെയ്തു. ഇതെന്റെ ഭാര്യ സുധാമണി, ടീച്ചറാണ്. എനിക്ക് 2 മക്കളാ. മൂത്തത് ഇവള നീതു, വിവാഹം കഴിഞ്ഞു, ഭർത്താവ് വിദേശത്ത്. നീതു ഇപ്പോ ബാങ്കിലാ ജോലി ചെയ്യുന്നത്. ഇവൻ ഇളയവൻ രാജീവൻ. മദ്രാസിലൊരു IT കമ്പനിയിലാ ജോലി.
ഇവന് നല്ലൊരു പെൺകുട്ടിയെ വേണം. നമുക്കത്രയേ വേണ്ടൂ. മാട്രിമോണിയിൽ കൊടുക്കാമെന്ന് കരുതിയപ്പോ മോളാ പറഞ്ഞത് അർച്ചനയ്ക്ക് ഒരു അനീതിയുണ്ടെന്ന്. എന്നാ പിന്നെ വന്ന് കാണാമെന്ന് കരുതി. ഞങ്ങൾക്കും മറ്റു ഡിമാൻഡൊന്നുമില്ല. പയ്യൻ സ്വഭാവം കൊണ്ട് നല്ലൊരുവനായിരിക്കണം, അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ മോളെ വിളിക്കാം. ആയിക്കോട്ടെ. ആ മോളെ അർച്ചനെ, നീ ചെന്ന് സ്നേഹയോട് വരാൻ പറയും. മോളെ, സ്നേഹമോളെ, മോളെ വാതിൽ തുറക്ക്. മോളെ, സ്നേഹമോളെ വാതിൽ തുറക്ക്. മോളെ. സച്ചേട്ടാ, സ്നേഹ വാതിൽ തുറക്കുന്നില്ല. സ്നേഹ, സ്നേഹ, മോളെ വാതിലോർക്ക്. സ്നേഹ, മോളെ വാതിലോർക്ക്. സ്നേഹ, സ്നേഹ, സ്നേഹ വാതിൽ തുറക്കാൻ. അതോർത്ത് സാറ് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും അർച്ചന ഞങ്ങളോട് പറഞ്ഞു. വിവാഹം മണ്ഡപത്തിൽ വെച്ച് തന്നെ മുടങ്ങുന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതുപോലത്തെ എത്ര വാർത്തയാ നിത്യേന നമ്മൾ കേൾക്കുന്നത്. ഇത്ര പെട്ടെന്ന് ആ കുട്ടി മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നത് വലിയ കാര്യമാണ്. ചിലര് വിവാഹം വരെ ഇനി വേണ്ട എന്ന് തീരുമാനിക്കും. നമ്മുടെ കാലമൊന്നുമല്ലല്ലോ സാർ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് എപ്പോ തീരുമാനിക്കും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. വിവാഹം കഴിയുന്നത് വരെ ഉള്ളിൽ തീയ. അല്ല, മോളിതൊരു വന്നില്ലല്ലോ. ആ ഇപ്പൊ വരും. സന്ദീപേ, നീ ചെന്നൊന്ന് നോക്കി. ചിലപ്പോൾ അവള് റെഡിയാവുന്നേ ഉണ്ടാവൂ. ചെന്ന് വേഗം വരാൻ പറയും. മോളെ, സച്ചേട്ടാ, എന്താ ചെയ്യാ? സന്ദീപ, സ്നേഹ കഥ തുറക്കുന്നില്ല. ഞാൻ സച്ചേട്ടനെ കുറെ വിളിച്ചു. സ്നേഹ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.